കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ലെന്ന വാദത്തിലുറച്ച് കോൺഗ്രസ്. തെളിവായി ജില്ലാ നേതൃത്വം ദൃശ്യങ്ങൾ പുറത്തുവിട്ടേക്കും. പ്രവർത്തകരെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്യുകയാണെന്ന് ആരോപിച്ച് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം ഇരുന്ന് പ്രതിഷേധിക്കും. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ല എന്ന വാദം സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. DCC പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ ദൃശ്യം പുറത്തുവിടുമെന്നാണോ മനസ്സിലാക്കുന്നത്? ശ്രുതി, പാർവതി, അതായത് കോൺഗ്രസിനെയും പ്രത്യേകിച്ച് UDF-നെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇക്കഴിഞ്ഞ 13-ാം തീയതി പോലീസ് കേസെടുത്തത്. അതായത് വടകരയിൽ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പോലീസിന് നേരെ ഒരു സ്ഫോടക വസ്തു എറിയുന്ന തരത്തിലുള്ള 2 ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ആ സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു. ചാക്കുനൂല് പോലുള്ള ചണച്ചാക്കര നൂലൊക്കെ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 5 കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഇന്നലെ പുലർച്ചെ വീട് കയറി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി KM അഭിജിത്ത് പറഞ്ഞത് പ്ലാസ്റ്റിക് കുപ്പി, കാലിയായ പ്ലാസ്റ്റിക് കുപ്പിയാണ് പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞത്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ സ്ഫോടനം നടന്നത് പോലീസിൻ്റെ ഗ്രനേഡ് തന്നെയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇന്ന് പുറത്തുവിടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പേരാമ്പ്രയിൽ DYSP ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സത്യഗ്രഹ സമരം ഇന്ന് UDF നടത്തുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. പോലീസിനെതിരെയുള്ള സമരമാണെങ്കിൽ കൂടി CPM-ന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയാണ് സമരത്തിൻ്റെ ലക്ഷ്യം. കാരണം ഇന്നലെ പേരാമ്പ്രയിൽ CPM കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് UDF-നെതിരെ സമരം നടത്തിയ സമയത്ത്, പ്രതിഷേധ സംഗമം നടത്തിയ സമയത്ത് കോൺഗ്രസിനെതിരെ കടന്നാക്രമണം നടത്തിയിരുന്നു. EP ജയരാജനും TP രാമകൃഷ്ണനൊക്കെ അതിന് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അതിനൊരു മറുപടി നൽകുക കൂടി ഇന്നത്തെ സമരത്തിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 10-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 10-ാം തീയതി സംഭവം നടക്കുന്നു. 11-ാം തീയതി പോലീസ് കേസെടുക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നുണ്ട്. ആ FIR-ൽ കൃത്യമായി പറയുന്നുണ്ട് വടകര DYSP-യുടെ കയ്യിലിരുന്ന ഗ്രനേഡ് താഴെ വീണ് പൊട്ടി DYSP-ക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റിയിരുന്നു. അത് ഈ പ്രവർത്തകരുമായ ഉന്തും തള്ളിനിടയിലാണ് കയ്യിൽ നിന്ന് ഗ്രനേഡ് താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെയാണ് പോലീസുകാരന് പരിക്ക് പറ്റുകയും ചെയ്യുന്നത്. പക്ഷേ 3 ദിവസത്തിന് ശേഷം പേരാമ്പ്രയിൽ തന്നെ CPI നേതാവ് ആരോപണമായി മുന്നോട്ട് വരുന്നു. പോലീസിന് നേരെ UDF-ന്റെ പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞ തരത്തിൽ ആരോപണമായി മുന്നോട്ട് വരുന്ന ഘട്ടത്തിലാണ് 3 ദിവസത്തിന് ശേഷമാണ് കോൺഗ്രസുകാർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതിന് പോലീസ് 13-ാം തീയതി കേസെടുക്കുന്നത്. ഈ കാലയളവിൽ 3 ദിവസത്തിനിടയിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ 2 ദിവസം തുടർച്ചയായി കനത്ത മഴ പെയ്ത റോഡിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഫോറൻസിക് പരിശോധന നടത്തിക്കൊണ്ട് ബോംബിന്റെ സാന്നിധ്യം കണ്ടെത്തുന്ന തരത്തിലുള്ള സ്ഥിരീകരണമൊക്കെ തന്നെ വന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നത് കാലിയായ പ്ലാസ്റ്റിക് കുപ്പിയാണെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പറയുകയും ചെയ്യുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.